ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ മുന്നേ മലേഷ്യയിലെ ജോലി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ 5 BPO കമ്പനികളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ BPO കമ്പനിയായിട്ടുള്ള കോൺസെൻട്രിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐക്കണിൽ കൊടുത്തേക്കാം. നിങ്ങളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ വീഡിയോയിലേക്ക് പോകും. അപ്പം നമ്മൾ രണ്ടാമത്തെ കമ്പനിയായിട്ടുള്ള ടെലി പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ടെലി പെർഫോമൻസും ഈ പറഞ്ഞ പോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് BPO ആണ് മലേഷ്യയിലുള്ളത്. ഈ BPO കമ്പനികളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് വിസയും അതുപോലെ തന്നെ ചില കമ്പനികൾ താമസം അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫുൾ സ്പോൺസർഷിപ്പിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു ഏജൻറ്റ് മുഖേന പോവാതെയോ അല്ലാതെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയേണ്ട കമ്പനി ആയിട്ടുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയായിരിക്കും നമ്മളോട് കാര്യങ്ങൾ ഈ വിസയും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്കാമോ പരിപാടിയൊന്നും പേടിക്കേണ്ട, അതുപോലെ ഒരു രൂപ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടെലി പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ സൈഡിൽ ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാം. നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം നിങ്ങൾ പോയിട്ട് ആദ്യം ടെലി പെർഫോമൻസിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് പോവുക. ടെലി പെർഫോമൻസ് നമ്മൾ പോയുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് നമുക്കിവിടെ ഒരു ഹിന്ദി സ്പീക്കറുടെ ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹിന്ദി സ്പീക്കിംഗ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, മാത്രമല്ല സെയിൽസിൽ നിങ്ങൾക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടെങ്കിൽ, B2B സെയിൽസ് ആണ്, B2C അല്ല. B2B സെയിൽസിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കമ്പനികളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ടേ മുതലും മുടക്കും പരിപാടിയൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഹയറിങ്ങും പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ BPO കമ്പനികൾ. നമ്മൾ ബാക്കിയുള്ള ഡയറക്റ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളാരും മിസ് ചെയ്തത് പലർക്കും ഇത് അറിയില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലിങ്ക്ഡിൻ ഒന്ന് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിക്കില്ല. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി എന്താ പറയേണ്ടത്, ഒരുപാട് ട്രൈ ചെയ്യേണ്ടിയിരിക്കും. നമ്മൾ 1-2 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ പറയാൻ മുന്നേ പറഞ്ഞ പോലെ മാക്സിമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. നമ്മുടെയൊക്കെ ലൈഫ് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ഒന്നുമില്ലെങ്കിൽ നല്ലൊരു എന്താ പറയേണ്ട ഒരു വർക്കിംഗ് കൾച്ചറിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. വർക്ക് കൾച്ചറും അതുപോലെ തന്നെ ഫെസിലിറ്റീസൊക്കെ ഒരുപാട് ബെറ്ററാണ് നമ്മുടെ നാടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ മലേഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഒന്ന് സംസാരിക്കുക. ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ചിലവും കാര്യങ്ങളും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്യുവർലി എന്താ പറയേണ്ടത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ വരുന്ന കോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊരു സാധാരണക്കാരൻ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എത്ര പൈസയാണെന്നുള്ള രീതിയിൽ പറയാം. ഒരു സാധാരണക്കാരൻ, നിങ്ങളൊരു നോർമൽ ലൈഫ്, അതായത് ഒരു സാധാരണ രീതിയിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് പോവുക, വല്ലപ്പോഴൊക്കെ ടാക്സി എടുക്കുന്ന ആളാണ്, സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ വലിയ പൈസയൊന്നും ആവില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൂമിനാണെങ്കിലും ഒരുപാട് പൈസയൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ സെറ്റപ്പിലുള്ളൊരു റൂം, അതായത് അത്യാവശ്യം എന്താ പറയണ്ടേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. AC ഉണ്ടാവും, ഒരു കുഞ്ഞ് ബെഡ് ഉണ്ടാവും, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ടാവും, ഒരു ചെറിയ ടേബിൾ, ഒരു കസേര, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റൂമിലുണ്ടാവും. പിന്നെ ഷെയറിങ് ആയിരിക്കും, കോമൺ ടോയ്ലറ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഓരോ ഫ്ലാറ്റിൽ ചിലപ്പം ചില ഫ്ലാറ്റിൽ 3 റൂമായിരിക്കും, ചില ഫ്ലാറ്റിൽ 4 റൂമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് 3 റൂമുള്ള ഫ്ലാറ്റിൽ. ഞാൻ മാസ്റ്റർ റൂമിലാണുള്ളത്. മാസ്റ്റർ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല, ഞാൻ ആദ്യം താമസിച്ചിരുന്നത് ഒരു സ്മോൾ റൂമിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ മാസ്റ്റർ റൂമിലെ ആൾ വേക്കേറ്റ് ആയപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ സ്മോൾ റൂമിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം റെൻറ്റ് വന്നത് 600 മലേഷ്യൻ റിങ്കിറ്റാണ് വന്നത്. 600 മലേഷ്യൻ റിങ്കിറ്റ്. അത് ഇൻക്ലൂഡിങ് എന്താ പറയണ്ടേ നമ്മുടെ ഈ യൂട്ടിലിറ്റീസും, അതുപോലെ തന്നെ ഈ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളും വൈഫൈയും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 600 മലേഷ്യൻ റിങ്കിറ്റാണ്. 600 മലേഷ്യൻ റിങ്കിറ്റ് നമുക്കൊരു 18 ഇന്ത്യൻ രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,800 രൂപ മാസം വരും. അപ്പം അതാണ് ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു. നമുക്ക് റൂം കിട്ടുന്ന ഒരു 600, ആ ഒരു 550-600 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂം, നല്ല പ്രൈവസിയിലും എന്താ പറയുക നല്ല സേഫായിട്ടുള്ളൊരു റൂം കിട്ടുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ചെറിയ
സെറ്റപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ദുബായിലൊക്കെ ഉള്ള റൂം ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പൈസ കിട്ടും. ഈ 250 മലേഷ്യൻ റിങ്കിറ്റിനും 300 മലേഷ്യൻ റിങ്കിറ്റിനൊക്കെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് അറിയില്ല എങ്ങനെയാണ് അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് 4500 5000 രൂപ എന്നൊക്കെയാണ് ഏകദേശം അത്രത്തോളം വരും. പക്ഷേ അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇതുപോലുള്ള ചെറിയ ഒരു 500-600 മലേഷ്യൻ റിങ്കിറ്റിൽ വരുന്ന റൂമുകൾ എടുക്കുകയാണെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയണ്ടേ കംഫോർട്ടായിട്ട് താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ മലേഷ്യയിലേക്ക് വരുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലേഷ്യയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസം ഒരു 30% ടാക്സ് ഡിഡക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി കിട്ടി ഫസ്റ്റ് 6 മന്ത്സ് അവർ ഒരു 30% വെച്ച് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് പിന്നെ ക്ലെയിം ചെയ്യാം. പക്ഷേ 1 വർഷം നമ്മൾ കാത്തിരിക്കണം. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ജനുവരിയിലാണ് നിങ്ങൾ വന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ ജനുവരി തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള 6 മാസത്തേക്ക് നിങ്ങളുടെ സാലറിയിൽ നിന്ന് 30%, ഇപ്പോൾ നിങ്ങളുടെ 1 ലക്ഷം രൂപയാണെങ്കിൽ 30,000 രൂപയോളം ഗവൺമെൻറ്റിലേക്ക് പോകും 6 മാസം കണ്ടിന്യൂസ് ആയിട്ട്. അത് മൊത്തം അവർ സേവ് ചെയ്തിട്ട് അതിനൊരു ചെറിയ പെർസെൻറ്റേജ് അവരെടുത്തിട്ട് ബാക്കി മൊത്തം നമുക്കൊരു സേവിങ്സ് പോലെ 1 വർഷത്തിന് ശേഷം അവർ തരുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു സേവിങ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു 6 മാസക്കാലം നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ കുറച്ചൊരു എന്താ പറയണ്ടേ ഒരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കൂളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ സ്കിൽഡ് വിസയിലേക്ക് വരുമ്പോൾ ഈ ഒരു 30% ടാക്സ് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ റൂമുകളുടെയും കാര്യങ്ങൾക്കെല്ലാം വലിയ പൈസയൊന്നും വരുന്നില്ല. നമുക്ക് ചെറിയ പൈസയിൽ തന്നെ താമസിക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിലും കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും വലിയ പൈസയൊന്നും ഇല്ല. ഞാനൊക്കെ ഫുള്ള് കുക്കിങ്ങാണ്, നമ്മൾ തന്നെയാണ്. അപ്പം ചെറിയ പൈസ ആകത്തുള്ളൂ. നിങ്ങൾക്ക് കുക്ക് ചെയ്യാനാണെങ്കിൽ ഒരുപാട് പൈസ എന്താ പറയുക സേവ് ചെയ്യാൻ വേണ്ടി പറ്റും പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ. അപ്പം കുക്ക് ചെയ്ത് കഴിക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നല്ല സാധനങ്ങൾ നമ്മുടെ നാട്ടിലത്തെ കുത്തരി മുതൽ എല്ലാ സാധനവും ഇവിടെ കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കുക്ക് ചെയ്ത് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം പാക്ക് ചെയ്ത് ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെയും പൈസ ലാഭിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം വലിയ പൈസയൊന്നും ആവത്തില്ല. നിങ്ങളതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയണ്ടത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 2 കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഏതൊക്കെ സൈറ്റുകളിലൂടെയാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും 2 കമ്പനികളും കൂടി ഉണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ ആ ഒരു പാർട്ടുമായിട്ട് വരാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.